ഹൃദയത്തിൽ നിന്ന് ദുരുദ്ദേശമൊന്നും ഇല്ലാത്ത ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഹൃദയത്തിൽ നിന്ന് മറുപടി വരും, ഇല്ലെങ്കിൽ എനിക്ക് ബുദ്ധിയിൽ നിന്ന് നാവിലൂടെ മറുപടി വരും. അച്ഛൻ ഭയങ്കര ഭയങ്കര മാസ് ഡയലോഗുകളായിട്ടാണ് ഞാൻ എങ്ങനെ പിടിക്കും ഒരു ടാഗ്ലൈൻസ് ഒക്കെ എവിടെങ്കിലും വരുമെങ്കിൽ വന്നോട്ടെ അല്ലേ. അതാണ്, അത്രേ ഉള്ളൂ. ഓക്കെ, ഒരു കഥയും കൂടെ ചോദിച്ചിട്ട് ഞാൻ നമുക്ക് ഇന്റർവ്യൂലേക്ക് എടുക്കാം. അതായത് ഈ ജോഷിയേട്ടന്റെ സെറ്റിൽ നിന്ന് പണ്ട് ഇറങ്ങി ഓടി ഒരു കഥ ഇന്നലെ ലുലു മോളിൽ പറഞ്ഞില്ലേ, അതെന്തായിരുന്നു ആ കഥ? അത് ഈ തെലുങ്കും കന്നഡവും കൂടെ ഒരു സമയത്താണ് എടുക്കുന്നത്. ഞങ്ങള് നായർ സാബിന്റെ ഷൂട്ടിംഗ് ഫസ്റ്റ് ഷെഡ്യൂള് കാശ്മീരിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് നാട്ടിൽ പോയി, അച്ഛന് സുഖമില്ലാത്തതുകൊണ്ട് നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്ന് ഇതിന്റെ ഷൂട്ടിംഗ് അവിടെ ഇന്ത്യ ഗേറ്റിന്റെ മുമ്പിൽ എടുത്തോണ്ടിരിക്കുക. അപ്പോൾ മലയാളത്തിലെ സീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഞാൻ ന്യൂ കമർ ആയതുകൊണ്ട് തന്നെ 4-5 ടേക്ക് ആയിട്ടുണ്ട് ഞാൻ. കാരണം ഉർവശി എപ്പോൾ ചെയ്താലും ആദ്യത്തെ തവണ ചെയ്യുന്ന പോലെ കൃത്യമായിട്ട് ചെയ്തിരിക്കും. പിന്നെ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നത് കൊണ്ട് ഉർവശി അതിനകത്തൊരു നായികയെ പോലെ നമ്മുടെ അടുത്ത് പെരുമാറിയില്ല. ആയിക്കോട്ടെ കുഴപ്പമില്ല, തെറ്റിയൊന്നും വിഷമിക്കണ്ട, എടുത്തോന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ എടുത്തോണ്ടിരുന്നു. പക്ഷെ ഇത് തെലുങ്കും കന്നഡവും ഒരുമിച്ചെന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ കുടുങ്ങി. കാരണം തെലുങ്കും എനിക്ക് നാക്കിന് വഴങ്ങുന്നില്ല, ഹിന്ദിയൊക്കെ ഞാനൊരു സെക്കൻഡ്സിൽ ഞാൻ പഠിച്ചെടുത്ത് അതുപോലെ അതെ ആ ഡയലക്ട് ഏതാണെന്ന് വെച്ചാൽ അതിൽ ഫിക്സ് ചെയ്ത് ഞാൻ പറയും. പക്ഷെ തെലുങ്ക് എനിക്ക് പറ്റുന്നില്ല. ഞാൻ തലേദിവസം രാത്രി റൂമിലിരുന്ന് പഠിച്ചു തുടങ്ങിയതാ. അത് കഴിഞ്ഞാൽ ഉടനെ അത് ഓക്കെ എന്ന് പറഞ്ഞാൽ കന്നഡ ഷോട്ട് എടുക്കണം, വിഷമിച്ചു പോയി. അപ്പോൾ അത് ലെങ്തി ഷോട്ട് മലയാളത്തിൽ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. എന്നിട്ട് జరుగుతున్న విషయాల్ని అర్థం చేసుకోవడానికి సిక్స్ సెన్స్ అక్కర్లేదు, కామన్ సెన్స్ ఉంటే చాలు. జీకే ಅವರ ಪ್ರತಿ ಚಲನೆಯಲ್ಲೂ ಸಾವಿನ ನೆರಳು ಕಾಣಿಸುತ್ತೆ. ಅದು ಕನ್ನಡವಾಗಿ കട്ട് 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 കന്നഡ അസിസ്റ്റന്റ് എല്ലാം ഒരുപോലെ ആയതുകൊണ്ട് കുഴപ്പമില്ല. കന്നഡ സിനിമ കാണുന്ന അംബരീഷിന്റെ സിനിമ കാണുന്ന കന്നഡക്കാർക്ക് അങ്ങനെ അല്ലല്ലോ, അവര് മടലെടുക്കും തെലുങ്കിടയ്ക്ക് വന്നാൽ അല്ലേ. അപ്പൊ ഇതുപോലെ മാറിയും തിരിഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും. അത് തെലുങ്കിൽ തുടങ്ങേണ്ടത് ಏನ್ನಟ್ಟೈತೆ ಅಂತ ತಿಳ್ಕೊಳ್ಳೋಕೆ ಸಿಕ್ಸ್ ಸೆನ್ಸ್ ಅಗತ್ಯ ಇಲ್ಲ, ಕಾಮನ್ ಸೆನ್ಸು ಇದ್ರೆ ಸಾಕು. ಅದು ಜಿಕೆ ಅವರ ಪ್ರತಿಚಲನೆಯಲ್ಲೂ ಸಾವಿನ ನೆರಳು ಕಾಣಿಸುತ್ತೆ. ಅವರ ಶತ್ರುಗಳೆಲ್ಲ ಒಬ್ಬೊಬ್ಬರಾಗಿ ಸಾಯ್ತಾ ಇದ್ದಾರೆ. ಒಬ್ಬೊಬ್ಬರು ಸತ್ತಾಗಲು ഇത് കന്നഡ 1 ലക്ഷം പേപ്പർ സർക്കുലേഷൻ ഏർത്തായി. ഇത് തെലുങ്കിൽ പറയുമ്പോഴേക്കും